അഞ്ജു ബോബി ജോർജ് ലോകത്തെ ഏറ്റവും മികച്ച ലോങ് ജമ്പ് താരങ്ങളിൽ ഒരാൾ. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ചാട്ടം എങ്ങോട്ടാണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അവർ പറയുന്നത് അവർ തെറ്റായ യുഗത്തിലാണ് ജനിച്ചത് എന്നാണ്. അതായത് അവർക്ക് ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ലഭിച്ച സമയത്ത് അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥാനക്കയറ്റം നൽകാനോ പോലും ഇവിടുത്തെ സർക്കാർ തയ്യാറായില്ല. പക്ഷേ ഇക്കാലത്ത് നീരജ് ചോപ്രയെ പോലുള്ള താരങ്ങളെ നരേന്ദ്രമോദിയുടെ ആശീർവാദത്താൽ ആഘോഷിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സ്ഥാനങ്ങളൊക്കെ നൽകി വരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അവർ എന്ന് ആലോചിക്കുക. മോദിയെ പ്രശംസിക്കുകയാണ് വളരെ ഓപ്പണായി. അതും ഈ ചടങ്ങിലാണ്, ക്രിസ്തീയ പുരോഹിതന്മാരെ ആദരിക്കുന്ന ചടങ്ങാന്ന് തോന്നുന്നു, വിരുന്ന് സംഘടിപ്പിച്ച ചടങ്ങിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് സാക്ഷി മാലിക്കിൻ്റെ നേതൃത്വത്തിൽ ഗുസ്തി താരങ്ങൾ ഇവർക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജു ബോബി ജോർജ് ഇങ്ങനെ പറയുന്നത്. കഴിഞ്ഞ 8 മാസത്തോളമായി ഗുസ്തി താരങ്ങൾ സമരം പല രീതിയിൽ നടത്തിക്കൊണ്ട്, പക്ഷേ ഒരക്ഷരം ഇതുവരെ പറയാത്ത അഞ്ജു ബോബി ജോർജാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ ഇങ്ങനെ പ്രകീർത്തിച്ച് സംസാരിക്കും. നമ്മൾ നേരത്തെ PT ഉഷയെ കണ്ടു അല്ലേ? അവർ ഒരു MP എന്ന നിലയിൽ അവർക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നു. അങ്ങനെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് അവർ ഗുസ്തി താരങ്ങളുടെ സമരത്തോട് അവർ സ്വീകരിച്ച ഒരു നിഷേധാത്മകമായ നിലപാടിനോട് ഗുസ്തി താരങ്ങൾ തന്നെ പ്രതികരിച്ചൊരു സന്ദർഭം ഉണ്ടാവുകയും ചെയ്തു. സമാനമായ രീതിയിൽ അഞ്ജു ബോബി ജോർജിൻ്റെ ഈ ഒരു പരസ്യമായ പ്രശംസയും ഒരു എന്താ പറയുക, അതിനോടുള്ള ഒരു മനോഭാവവും എന്താണ് അതിൽ നിന്ന് തെളിയിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അവർ പൂർണ്ണമായും ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ എന്താ പറയുക, അതിനെ കീഴടങ്ങുക അല്ലെങ്കിൽ അതിനോട് ഏറ്റവും അധികം കൂറ് പ്രഖ്യാപിക്കുക എന്നൊരു നിലപാട് മാത്രമാണ് അവർക്കുള്ളത് എന്ന് വ്യക്തമാണ്. ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2003 അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്നത് അല്ലേ? ലോങ് ജമ്പിൽ വെങ്കല മെഡലാണ് അവർക്ക് ലഭിക്കുന്നത്. അക്കാലത്ത് പിന്നീട് സിൽവറായി മാറുകയും ചെയ്തു. പക്ഷേ അക്കാലത്ത് ആരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് നോക്കണം. ആരാണ്? വാജ്പേയി നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് അധികാരത്തിലുണ്ടായിരുന്നത്. അതാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ചൊരു സാമാന്യ ധാരണ പോലും ഇല്ലാതെയാണ് ഞാൻ മറ്റൊരു യുഗത്തിലാണ് കളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തത്തിലേക്ക് അവർ എത്തിപ്പെട്ടത്. കാരണം അവർ പറയാൻ ഉദ്ദേശിച്ചത് അത് കോൺഗ്രസ് കാലഘട്ടമാണ് എന്നതായിരിക്കണം. കോൺഗ്രസ് കാലഘട്ടത്തിലാണ് തനിക്ക് കിട്ടിയത്, അതുകൊണ്ട് ആരും അതിനെ സഹായിക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ ആളുണ്ടായില്ല എന്ന് പറയാനാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ പറഞ്ഞപ്പോൾ അതിലിങ്ങനെ ഒരു വൈപരീത്യം കിടക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാവാതെ പോയി. 2003 എന്ന ആ വർഷത്തെ 20 വർഷം മുമ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? അതേ സമയത്ത് ക്യാമറ നരേന്ദ്രമോദിയെ കാണിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വാർത്തയിൽ വായിച്ചത്. അപ്പോൾ ഇത്ര പോലും സാമാന്യ ബോധമില്ലാതെയാണ് ഇവരൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നുകൂടി അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അഞ്ജു ബോബി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ പല സന്ദർഭങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു നിലപാട്, കായിക രംഗത്തോടാണോ അല്ലെങ്കിൽ കായിക താരങ്ങളോടാണോ അവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ പല ഘട്ടങ്ങളിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ശരിയാണ്, അവർ ആദരിക്കപ്പെടേണ്ട ഒരു കായിക താരം തന്നെയാണ്, നമ്മൾ യാതൊരു സംശയമില്ല. കേരളീയർക്ക് ആർക്കും തന്നെ അങ്ങനെ ഒരു സംശയമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉയർന്നു വരാനുള്ള വലിയ സാഹചര്യമുണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. കായിക രംഗത്ത് ഏത് നിലയിലാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും തരത്തിലുള്ള മിനിമം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരത് പറയുമോ? ആ സാക്ഷി മാലിക്കിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലെ കണ്ണീരെന്ന് പറയുന്നത് കണ്ടിട്ട് വേദനിക്കാത്ത ആളുകൾ ഉണ്ടായിട്ടില്ല. അത്രയധികം നമ്മളെ വേദനിപ്പിച്ച ഒരു മൊമെൻ്റാണ് ആ ബൂട്ട്സ് ഊരി അവിടെ മേശപ്പുറത്ത് വെച്ച് അവർ ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന, കണ്ണീരോടെ ഇറങ്ങിപ്പോകുന്നത്. അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കായിക താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ചൊക്കെ പിന്നെ എന്താണ് നമ്മൾ പറയേണ്ടത്? എന്ത് വലിയ നേട്ടമുണ്ടായിട്ടും ഒരു സാധാരണ മനുഷ്യൻ്റേതായിട്ടുള്ള ഒരു മനോഭാവം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഷ്ടമാണ്. ഇവിടെ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ആളുകളെയൊക്കെ എന്തായാലും മോദി ഭരണകൂടം സുഖിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. അവരിലൂടെ എന്തെങ്കിലും തരപ്പെടുമെങ്കിൽ അത് അവർക്കും, ഇവരിലൂടെ എന്തെങ്കിലും തിരിച്ച് ഭരണത്തിൽ നിന്ന് എന്തെങ്കിലും തരപ്പെടുമെങ്കിൽ ഇവർക്കും ഞങ്ങൾക്കും കിട്ടട്ടെ എന്നതല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും അതിന് പിന്നിലില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും കൂടുതൽ ആളുകൾ ഇങ്ങനെ പ്രകീർത്തനവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അതൊരു റെക്കോർഡഡ് ഇവൻ്റ് ആയിരുന്നു, ക്യാമറകളുടെ മുമ്പിലാണ്. അപ്പോൾ അവിടെ ക്രൈസ്തവ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ വിളിച്ചിട്ടാണ് വിരുന്ന് നടന്നത്. അങ്ങനെ വിരുന്ന് നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന എന്താണ്, സഭാപിതാക്കളിൽ നിന്ന് മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രിയുടെ അവരൊരു കൺസേൺ ബോധിപ്പിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. അപ്പോൾ മണിപ്പൂർ പോലെ ഒരു കത്തുന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ സഭാപിതാക്കൾക്ക് സാധിച്ചില്ല പ്രധാനമന്ത്രിയുടെ മുമ്പിലെങ്കിൽ അങ്ങനെ ഒരു അധിക ബാധ്യത, അതായത് സാക്ഷി മാലിക്കിനെ കുറിച്ചും വിനേഷ് ഫോഗട്ടിനെ കുറിച്ചും പറയേണ്ട അധിക ബാധ്യത എന്തായാലും അഞ്ജു ബോബി ജോർജിനില്ല.
അഞ്ജു ബോബി ജോർജ് പറയില്ല, കാരണം അങ്ങനെ പറയില്ല എന്ന് പറയാൻ കാരണം അവരുടെ ആ സംസാരത്തിൽ തന്നെ അത് പാളിപ്പോയി. അഞ്ജു ബോബി ജോർജ് എങ്ങനെയാണ് ആ വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഞ്ജു ബോബി ജോർജ് അത് പറഞ്ഞപ്പോൾ തന്നെ അവിടെ പാളിപ്പോയി. ഒന്ന് അന്നത്തെ കാലം മോശമായിരുന്നു, അന്ന് ഞങ്ങൾക്കൊന്നും പിന്തുണ കിട്ടിയില്ല. ഞാൻ ജയിച്ചപ്പോൾ എനിക്കൊരു പ്രൊമോഷൻ തന്നില്ല സർക്കാർ എന്നാണ് അവർ പറയുന്നത്. അവർ 2023-ലാണ് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 3rd പ്രൈസ് കിട്ടുന്നത്, ബ്രോൺസ് പ്രൈസ്. അത് കിട്ടുമ്പോൾ വാജ്പേയിയാണ് ഭരിക്കുന്നത്. ആ സമയത്ത് ആ വർഷത്തെ അർജുന അവാർഡ് അവർക്കായിരുന്നു. വാജ്പേയി സർക്കാർ അവർക്ക് അർജുന അവാർഡ് കൊടുത്തു. തൊട്ടുടനെ മൻമോഹൻ സിംഗ് സർക്കാർ വന്നു, പിറ്റേ വർഷം അവർക്ക് പത്മശ്രീ കൊടുത്തു. അവർ പറയുന്നത് തനിക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുക, നീരജ് ചോപ്ര 2016 ആർമിയിൽ ജോയിൻ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് കോട്ടയിൽ ആർമിയിൽ ജോയിൻ ചെയ്തത്. ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ 2016 7 വർഷമാവുന്നു, അദ്ദേഹം സുബേദാർ പദവി തന്നെയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. അതിനുശേഷം അദ്ദേഹം എത്ര ഇവൻറ്റ് വിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സൈന്യത്തിൽ പ്രൊമോഷൻ കൊടുക്കുന്നതിന് മറ്റ് ചില മാനദണ്ഡങ്ങളാണ്, മെഡൽ കിട്ടിയെന്നുള്ള അർത്ഥത്തിലല്ല. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പ്രത്യേക ഡിസിഷൻ എടുത്ത് കൊടുക്കാം. പക്ഷേ നീരജ് ചോപ്രയ്ക്ക് കിട്ടിയിട്ടുള്ള എന്തൊക്കെ ബഹുമതികളാണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഖേൽരത്ന കിട്ടിയിട്ടുണ്ട്, അതിന് അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അഞ്ജു ബോബി ജോർജിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അവരെന്തുകൊണ്ട് അത് പറയുന്നത് മനസ്സിലാവും. നൗഫലിന് ഓർമ്മയുണ്ട്, 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇവർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഈ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റായിരിക്കെ ഒരു വിവാദം ഉണ്ടായത് ഓർമ്മയുണ്ട്. ഇവരുടെ സഹോദരനായ അജിത് മാർക്കോസിനെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് റിക്രൂട്ട് ചെയ്തു. അത് അവർക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നേരത്തെ തള്ളിക്കളഞ്ഞാണ്, പത്മിനി തോമസിൻ്റെ സമയത്ത് തള്ളിക്കളഞ്ഞാണ്. ഇവർ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അവർ നിയമിച്ചുകൊണ്ട് വലിയൊരു വിവാദം ഉണ്ടായി. അതിനുശേഷം 2015 സംഭവം. 2016 ആകുമ്പോൾ LDF സർക്കാർ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ വരുമ്പോൾ ഇത്തരം സ്ഥാനങ്ങളിരിക്കുന്നവരെ മാറ്റും. അപ്പോൾ ഇവർക്ക് അവിടെ തുടരണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ തുടരാൻ അന്ന് EP ജയരാജനാണ് മന്ത്രി. അപ്പോൾ EP ജയരാജൻ ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർ ബാംഗ്ലൂരാണ് താമസം. മാസത്തിൽ 2 പ്രാവശ്യം മാത്രം കേരളത്തിൽ വന്നു പോകുന്നു, അതും ഫ്ലൈറ്റിന് വരണം. അവർ താമസിക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കേരളത്തിൽ വന്നുകൊണ്ടെങ്കിൽ ഫ്ലൈറ്റ് വേണം. അതിൻ്റെ ചിലവ് ആര് വഹിക്കണം? കൗൺസിൽ വഹിക്കണം. അപ്പോൾ ജയരാജൻ ചോദിച്ചത് എങ്ങനെ ശരിയാവും, ഇവിടെ വന്ന് നിൽക്കണം, ഇവിടെ ഫുൾ ടൈം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഇവരെ പുറത്താക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ ഇവർ പോയിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് EP ജയരാജൻ എന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞൊരു സമയമുണ്ടായി. അവരതിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ അവരെ കാണുന്നത് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ഥാനം ഉണ്ടല്ലോ, വൈസ് പ്രസിഡന്റ് സ്ഥാനം, അത്ലറ്റിക് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒട്ടും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പൊസിഷനല്ല. അവർ കുറേ കൂടി മികച്ചൊരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മോദിയോട് പറയാതെ പറയുകയാണ് ചെയ്തത്. പക്ഷെ പറയുന്ന കാലത്ത് അവർക്ക് അതിൻ്റെ ഒരു ഇൻ്റലിജൻസ് ഉണ്ടായില്ല. ഏത് കാലത്താണ് താൻ തഴയപ്പെട്ടതെന്ന് കൃത്യമായി പറയാൻ പോലും, ആ തഴയപ്പെട്ട മേഖല എന്താണെന്ന് കൃത്യമായി പറയാൻ പോലും അവർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ദൗർഭാഗ്യം. യെസ്, അതല്ല ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർത്തിയാകുകയാണ്. നാളെ വീണ്ടും കാണാം.